ടോപ്പ് ആൻഡ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കൊണ്ട് നല്ലൊരു സ്റ്റൂ കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ സ്റ്റൂ കറി തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റോടുകൂടെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ സ്റ്റൂ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പം, ഇടിയപ്പം, ദോശ, ചപ്പാത്തി ഇതിന്റെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. നല്ല സ്വാദോടുകൂടി ഇതെങ്ങനെയാണോ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി 500 ഗ്രാം ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 കഷ്ണം ഇഞ്ചി, 10 അല്ലിയോളം വെളുത്തുള്ളി, 4 പച്ചമുളക്. മാത്രമല്ല ഒരു പൊട്ടറ്റോയും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അല്പം വലിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സവോള. മാത്രമല്ല ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പട്ട, തക്കോലവും. അടുത്തതായി തേങ്ങാപ്പാലാണ്. 1 പാൽ 1 കപ്പും 2 പാൽ 2 കപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, തക്കോലം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചതായ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള നമുക്ക് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റേണ്ട കാര്യമില്ല. ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചിക്കൻ ഈ എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അല്പനേരം വഴറ്റി കഴിയുമ്പോൾ ഇറച്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി ഇതൊരു വെള്ള കളറായിട്ട് മാറും. അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഇറച്ചി വേകുന്നത് ഈ 2 പാലിൽ കിടന്നാണ് വേകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 2 പാൽ ആദ്യമേ പിഴിഞ്ഞ് വെക്കേണ്ടതാണ്. 1/2 സ്പൂൺ ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർക്കാം. അതോടൊപ്പം തന്നെ കട്ട് ചെയ്തതായ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതിനെ വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഇളക്കി ഇതിനെ യോജിപ്പിക്കണം. അത് മറന്നു പോകരുത്. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഏകദേശം 10 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറക്കാം. ഇനി ഒരല്പം കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് 1 പാൽ ചേർത്ത് കൊടുക്കണം. തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റാം. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇതൊരു 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ സ്റ്റൂ കറിയിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അതിലേക്കായി ഞാനിവിടെ ഒരു പാനിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളകും 5 ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം 8 അണ്ടിപ്പരിപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. തീ ഒരു മീഡിയത്തിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ സ്റ്റൂ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കറി ഒന്നുകൂടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് തയ്യാറാക്കിയത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ദോശയോടൊപ്പം ചപ്പാത്തി ഇതിനോടൊപ്പം ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ കറിയാണിത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.